ഒരു ഉദാഹരണം ഞാൻ പറയാം. റസൂലുള്ളാഹിന്റെ സദസ്സിൽ റസൂലുള്ള അവിടുന്ന് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്ന് പെട്ടെന്ന് ഇരുന്നു. ഉടനെ റസൂലുള്ളാഹിന്റെ ചോദ്യം, യാ സുലൈഖ് അസ്വല്ലൈത്, സുലൈഖെ നിസ്കരിച്ചോ? സുലൈഖ് ഖുത്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഇരിക്കുന്നത്. സുലൈഖ് റളിയല്ലാഹു അൻഹു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ. ഖും, എഴുന്നേൽക്ക് സുലൈഖ്, ഫർക റകഅതൈൻ, രണ്ട് റകഅത്ത് നിസ്കരിക്കൂ. ഫലതജബ്ബസ് ഫീഹിമാ, രണ്ടും ചുരുക്കി നിസ്കരിക്കണം ട്ടോ. എഴുന്നേറ്റ് രണ്ട് റകഅത്ത് പെട്ടെന്ന് നിസ്കരിച്ചു. ഖുത്ബയ്ക്കിടയിലാ റസൂലുള്ളാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളെ നാട്ടിൽ ഈ സംഭവം നടക്കോ? ഇനി അഥവാ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റാൻ ഒരു ഉസ്താദ് തീരുമാനിച്ചെന്ന് വെക്കുക, എങ്ങനെ പറയും? മലയാളത്തിൽ പറയാൻ പറ്റോ? പറ്റൂല. അന്ന് പേര് വിട്ടു മൂപ്പര. കാരണം അത് മീറ്റിംഗ് ആയി പോയില്ലേ? ഈ വിവരമില്ലാത്ത സക്കാഫിമാരുടെ വാദക പ്രകാരം. പിന്നെ എങ്ങനെ ഖത്തീബ് പറയും? അറബി ചോദിക്കണം. അത് നമ്മൾ അഹ്മദ് ഹാജി മുന്നിൽ വന്നിരിക്കുകയാണ്. മൂപ്പര് നേരെ വന്ന് കയറി അവിടെ ഇരുന്ന്. കാരണം അങ്ങനെയാണല്ലോ, ആജാക്കന്മാർക്ക് മുമ്പിൽ ആ സീറ്റ്. ആളുകളുടെ തല ചവിട്ടി കിടന്ന് ഫ്രണ്ടിൽ വന്നിരിക്കും. ഉടനെ ഖത്തീബിന്റെ ചോദ്യം, യാ അഹ്മദു അസ്വല്ലൈതാ. കാരണം ഇതിനൊരു വായിക്കുന്ന ഒരു ട്യൂണുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ ഖലഖൽ ഇൻസാന അല്ലബഹുൽ ബയാൻ. ഇങ്ങനെയാണല്ലോ സ്റ്റൈല്. അപ്പൊ ആ സ്റ്റൈലിനെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കാൻ, യാ അഹ്മദു അസ്വല്ലൈതാ. അഹ്മദാജി മിണ്ടണില്ല. ഖത്തീബിന്റെ ചോദ്യം രണ്ടാമതും, യാ അഹ്മദു അസ്വല്ലൈതാ. അഹ്മദാജിക്ക് മുണ്ടാട്ടല്ല. കാരണം അഹ്മദാജിക്ക് മനസ്സിലായില്ല എന്താണ് ഈ പറയുന്നതെന്ന്. ഇടയ്ക്ക് ഖത്തീബ് ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ നോക്കി കാണിക്കുന്നുണ്ട്, നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. മൂന്നാമത്തെ പ്രാവശ്യവും ഖത്തീബ് ചോദിക്കുന്നു, യാ അഹ്മദു അസ്വല്ലൈതാ. അപ്പൊ അഹ്മദാജി വിചാരിച്ചു, പഠിച്ചോൻ ഇയാൾ എന്റെ പേരാണല്ലോ റബ്ബേ പറഞ്ഞു, എന്ത് ഹലാക്കാണെന്ന് മനസ്സിലാവണില്ലല്ലോ. അഹ്മദാജിക്ക് തിരിയില്ല. ഖത്തീബ് ചോദിച്ചു, നിങ്ങൾ ധിക്കരിച്ചിരുന്നോനാ? മുപ്പര് സുന്നത്തെടുക്കാൻ വേണ്ടി ചോദിച്ചാൽ. അതാ മക്കളെ ഞങ്ങൾ പറയുന്നത്, അള്ളാന്റെ റസൂലിന്റെ ഖുതുബ അതാ സഹാബത്തുമായി സംവദിക്കുന്ന ഖുതുബയാണ്. തർക്കം വന്നാൽ, അതാ ഒരു ഖത്തീബ് പറഞ്ഞതിൽ ഒരാൾക്ക് സംശയം വന്നാൽ വേണമെങ്കിൽ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. അയാൾക്ക് ഖത്തീബിനടുത്ത് ചോദിക്കാം. പരസ്പരം തർക്കിക്കരുതെന്ന് മാത്രം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാന്റെ റസൂൽ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് വാളുവരെ